കഴിഞ്ഞ ദിവസം നടന്ന ഒരു CO2 ആക്സിഡന്റിൽ എൻ്റെ ഒരു അക്വേറിയത്തിലെ എല്ലാ ചെമ്മീനുകളും ചത്തുപോയി. CO2 സിസ്റ്റം ഒരു ഹൈടെക് ടാങ്കിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ്. കൂടുതൽ പ്രകാശം ആവശ്യമുള്ള ചെടികൾക്ക് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് സപ്ലൈ ചെയ്തുകൊണ്ട് ചെടികളുടെ പ്രകാശ സംശ്ലേഷണം ത്വരിതപ്പെടുത്തുകയും അതിലൂടെ ഒരു പ്ലാന്റഡ് ടാങ്കിൽ ജീവൻ നിലനിർത്തുന്നതിനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നതാണ് CO2 സിസ്റ്റത്തിന്റെ ധർമ്മം. എന്നാൽ എപ്പോഴാണ് ഈ CO2 സിസ്റ്റം വില്ലനായി മാറുന്നതും അക്വേറിയത്തിലെ മത്സ്യങ്ങളുടെ ജീവൻ എടുക്കുന്നതും? കഴിഞ്ഞ ദിവസം നടന്ന ഒരു CO2 ആക്സിഡന്റിൽ എൻ്റെ ഒരു അക്വേറിയത്തിലെ എല്ലാ ചെമ്മീനുകളും ചത്തുപോയി. CO2 സിസ്റ്റം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിലും തീർത്തും നെഗ്ലക്ട് ചെയ്യേണ്ട ഒരു സംഗതിയല്ല. അക്വേറിയത്തിലെ ചെടികൾ ഫിഷിന്റെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഹൈടെക് ആയിട്ടുള്ള പ്ലാന്റുകൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് കാർബൺ ഡൈ ഓക്സൈഡ് സപ്ലൈ എന്ന് പറയുന്നത്. CO2 സിസ്റ്റത്തിന്റെ പോരായ്മകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോ കൂടി ചർച്ച ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ ഹൈടെക് പ്ലാന്റുകൾക്ക് CO2 സിസ്റ്റം ഒഴിച്ചുകൂടാനാവാത്തതാണ്. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഒരു സിലിണ്ടറിന്റെ സഹായത്തോടു കൂടിയാണ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ചെടികൾക്ക് പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമായി വരുന്നത്. അതായത് എപ്പോഴാണോ അക്വേറിയത്തിൽ ലൈറ്റ് ഓൺ ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് ഓൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അക്വേറിയത്തിൽ എത്ര വൈവിധ്യമാർന്ന ചെടികളുണ്ട്, എത്ര മത്സ്യങ്ങളുണ്ട് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എത്ര ബബിൾ പെർ സെക്കൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത്. വെള്ളത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയാൽ മത്സ്യങ്ങൾ മരിക്കും. ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴാണോ അക്വേറിയത്തിൽ ലൈറ്റ് ഓൺ ചെയ്യുന്നത് അതിന് 1 മണിക്കൂർ മുൻപായിരിക്കണം കാർബൺ ഡൈ ഓക്സൈഡ് ഓൺ ചെയ്യേണ്ടത്. അതായത് അക്വേറിയത്തിൽ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ചെടികൾക്ക് ഫോട്ടോസിന്തസിസ് നടത്തുന്നതിന് ആവശ്യമായ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ഉണ്ടായിരിക്കും. ഈ സെയിം മെത്തേഡ് തന്നെ ലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡും ഓഫ് ചെയ്യുന്ന സമയത്തും നമുക്ക് പരിഗണിക്കാം. അതായത് എപ്പോഴാണോ അക്വേറിയത്തിലെ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് അതിന് 1 മണിക്കൂർ മുൻപായിരിക്കണം അക്വേറിയത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഓഫ് ചെയ്യേണ്ടത്. എപ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് വില്ലനായി മാറുന്നത്? അക്വേറിയത്തിലേക്കുള്ള ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷവും അക്വേറിയത്തിലേക്കുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ സപ്ലൈ നിലയ്ക്കുന്നില്ലെങ്കിൽ അക്വേറിയത്തിലേക്ക് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വരികയും ലൈറ്റിന്റെ അഭാവത്തിൽ ഫോട്ടോസിന്തസിസ് നടക്കാതിരിക്കുകയും ആ സമയത്ത് കൂടുതലായി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യപ്പെടാതിരിക്കുകയും അങ്ങനെ വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. അക്വേറിയത്തിലെ ലൈറ്റ് ഓഫ് ചെയ്യുന്നതിനോട് കൂടെയോ അല്ലെങ്കിൽ അതിനു മുമ്പോ കാർബൺ ഡൈ ഓക്സൈഡ് ഓഫ് ചെയ്തില്ലെങ്കിൽ ഇത്തരം ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ആക്സിഡന്റ് സംഭവിക്കുകയും നേരം വെളുത്ത് നമ്മൾ വന്നു നോക്കുമ്പോൾ മത്സ്യങ്ങളെല്ലാം കൂട്ടത്തോടെ ചത്തുകിടുകയും ചെയ്യും. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്യാൻ മറന്നാലും ഓഫ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇവിടെ ഷോറൂമിലുണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് ആക്സിഡന്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഓഫ് ചെയ്യാൻ മറന്നല്ല, മറിച്ച് അതിലെ റെഗുലേറ്റർ ചെറുതായി ലൂസായി പോയതാണ്. CO2 സിലിണ്ടർ നല്ല പ്രഷർ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ സാധാരണ റെഗുലേറ്റർ ലൂസ് ആകുന്നതിനും രാത്രി അനാവശ്യമായി വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ആകുന്നതിനും സാധ്യതയുണ്ട്. ഇത് വളരെ റയറായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണെങ്കിലും സ്റ്റിൽ there is a possibility. പക്ഷേ സാധാരണ റെഗുലേറ്ററിന് പകരം ഒരു സോളിനോഡ് റെഗുലേറ്റർ ആണെങ്കിൽ ഇതുപോലുള്ള ഇഷ്യൂ ഉണ്ടാകില്ല. സോളിനോഡ് റെഗുലേറ്റർ എന്നാൽ ഒരു ടൈമറുമായി കണക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായി ഓണും ഓഫും ആകുന്ന സിസ്റ്റം. ഒരു ഹൈടെക് ടാങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒഴിച്ചുകൂടാനാവാത്തതാണ്. എങ്കിലും അധികമായാൽ അമൃതം വിഷം എന്ന കാര്യം മറക്കാതിരിക്കുക. ഇവിടെ ഷോറൂമിൽ സംഭവിച്ച ട്രാജഡി നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ.